ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻസിഗ്നിയ ഇംഗ്ലീഷ്. കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ബേസിൽ നിന്ന് തുടങ്ങി ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാറാക്കുന്നത് വരെയുള്ള ഒരു ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് സീരീസ് ഓഫ് ക്ലാസ്സസ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ ക്ലാസ്സാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാവും. സംസാരിക്കാൻ ആവശ്യമുള്ളതിൻ്റെ ബേസിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ നമ്മുടെ മാതൃഭാഷ എങ്ങനെയാണ് പഠിച്ചെടുത്തത്, അതേ ഒരു മെത്തേഡിലാണ് ലോകത്തെ ഏത് ഭാഷയും നമുക്ക് സംസാരിക്കാൻ പറ്റുക. വേറെ രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷേ നമ്മൾ എത്ര നല്ല ഭംഗിയായിട്ട് മാതൃഭാഷ സംസാരിക്കുന്നുണ്ടോ അത്രയും ഭംഗിയായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മാതൃഭാഷ പഠിച്ചെടുത്ത രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മളൊന്ന് നോക്കുക, നമ്മൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു 10 മാസം അതുപോലെ തന്നെ ഒരു 11 ആ ഒരു കാലഘട്ടത്തിലാണ്, 11 മാസമൊക്കെ ആകുമ്പോഴാണ് ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ കുട്ടികളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ കുട്ടിയും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് നോക്കിയിട്ടാണ് കുട്ടികൾ ചിരിക്കുകയും കരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഭാഷ സംസാരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കലാണ്. നമ്മൾ എന്തെങ്കിലും ആ ഭാഷയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മളൊന്ന് ചെവി കൊടുക്കുക, എന്താ അവർ പറയണതെന്ന് അറിയാലോ. ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ചിലതൊക്കെ നമ്മുടെ മൈൻഡിൽ കയറും, ചിലതൊന്നും കയറില്ല, ഇറ്റ്സ് ഓക്കെ. നമ്മൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്, ഒരു കൊച്ചുകുട്ടി എന്താണ് ആദ്യം പഠിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി ആദ്യം പഠിക്കുന്നത് ആ കുട്ടിയുടെ വീട്ടിലുള്ള ആളുകളുടെ പേര്, അതുപോലെ അവരെന്താണ്. ഇപ്പം അമ്മയാണെങ്കിൽ അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ, അമ്മാമ്മ, അച്ചാച്ചൻ, അങ്ങനത്തെ പേരുകളല്ലേ. അതൊക്കെ നമുക്ക് അറിയുമോ എന്നൊന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെ നമുക്ക് അറിയാമല്ലോ. ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അറിയാത്തുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പഠിച്ചു വയ്ക്കുക. പിന്നെന്താണ് ആ കുട്ടി ചെയ്യുന്നത്? കുട്ടി ചെയ്യുന്നത് വീട്ടിലുള്ള സാധനങ്ങളുടെ പേര് അറിയുക എന്നുള്ളതാണ്. നമ്മൾ നോക്കുക, നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളുടെ പേര് നമുക്ക് അറിയും എന്ന് നോക്കുക. ഇപ്പോൾ ടേബിൾ, ചെയർ, ഫാൻ, അങ്ങനെ നമ്മൾ ഒരുവിധമുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുക. ഇനിയിപ്പോൾ വല്ല സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളത് നമുക്കതിൻ്റെ പേര് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടുപിടിക്കാം. കാരണം അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നോക്കിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടെത്താവുന്നേ ഉള്ളൂ. മലയാളം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വരുമല്ലോ. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ പേരും നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെ വിളിക്കുന്നത് എന്താണ്, അവരുടെ പേരല്ല, അവർ അമ്മയാണോ അച്ഛനാണോ, അതൊക്കെ ഇംഗ്ലീഷ് നമുക്ക് അറിയാവുന്നതാണ്. നമുക്കിനി ഏറ്റവും ആവശ്യമുള്ളത് കുറച്ച് വെർബുകളാണ്. വെർബുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവൃത്തികളാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ, അതായത് നടക്കുക, ഓടുക, വരിക, ഇരിക്കുക, ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് നമുക്ക് അറിയുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി തൊട്ടാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ വരുന്നത്. നമുക്ക് വെർബുകൾ പഠിക്കണം. വെർബുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ, അല്ലെങ്കിൽ പ്രവൃത്തി. നമ്മളെന്നുള്ള വ്യക്തി നമ്മുടെ കൈ കൊണ്ടോ കാലുകൊണ്ടോ ശരീരത്തിൻ്റെ ഏത് ഭാഗം കൊണ്ട് എന്ത് ചെയ്താലും അതെല്ലാം വെർബായിരിക്കും. ഈ വെർബ് എന്നുള്ളത് ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ വെർബിനാണ് ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഒക്കെ ഉണ്ടായിരിക്കുക. അതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം കേട്ടോ. അതായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എഴുതുക എന്നുള്ളത് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. മലയാളത്തിൽ അതിനെ എഴുതി എന്ന് നമ്മൾ പറയാറുണ്ട്, എഴുതും എന്ന് പറയാറുണ്ട്. മീനിങ് മാറി. എഴുതും എന്ന് പറയുമ്പോൾ എഴുതുകയായിരുന്നു എന്ന് പറയാറുണ്ട്, എഴുതുകയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓരോ കാര്യവും പറയുമ്പോഴും അതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്. ഇതുപോലെ ലോകത്തിലെ എല്ലാ ഭാഷയിലും ഉണ്ടാവുമല്ലോ. അതാണ് നമ്മൾ ഇംഗ്ലീഷിൽ റൈറ്റ് എഴുതുക, റോട്ട് എഴുതി, റിട്ടൺ എഴുതി, അങ്ങനെ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കുന്നത്. നമ്മളത് അങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി നമുക്കത് മനസ്സിലാവും കേട്ടോ. കുറച്ച് വേർഡ്സ് അറിഞ്ഞിരുന്നാൽ മതി, വെർബ്സ് അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, കുട്ടി ആദ്യം എന്താ ചെയ്യുക, നടക്കാൻ പഠിക്കും. അപ്പോൾ നടക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? വാക്ക്. പിന്നെന്താണ്, ആ കുട്ടി എവിടെയെങ്കിലും പോയി ഇരിക്കും. ഇരിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് സിറ്റ്. പിന്നെന്താ കുട്ടി ചെയ്യുന്നത്? കുട്ടി ഓടും. ചിലപ്പോൾ ഓടുക എന്നുള്ളതിന് ഇംഗ്ലീഷ് റൺ. അത് കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ നിൽക്കും. നിൽക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് സ്റ്റാൻഡ്. പിന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി അതെടുത്ത് കഴിക്കും. അപ്പോൾ കഴിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഈറ്റ്. അപ്പോൾ ഈറ്റ് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാമെങ്കിലും ഇംഗ്ലീഷിൽ ഈറ്റ് അല്ല വെക്കുക കേട്ടോ. അവിടെ വെക്കേണ്ടത് ടേക്ക് ആണ്. ടേക്ക് എന്നാണ് മെഡിസിൻസ് കഴിക്കുന്നതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ കുട്ടിയുടെ കാര്യം മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എല്ലാ വേർബ്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇവിടെ. പിന്നെ നമുക്ക് എന്താണ് ആവശ്യം? ഇപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം? അമ്മയാണ് വീട്ടിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ. പ്രത്യേകിച്ചും ഇപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ അമ്മമാരാണ്. അപ്പോൾ അമ്മ ചെയ്യുന്ന പാചകം ചെയ്യുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് കുക്ക്. അമ്മ ഡ്രസ്സാണ് കഴുകുന്നെങ്കിലോ അത് വാഷ്. നമുക്കറിയാം വസ്ത്രങ്ങൾ കഴുകുന്നതിന് വാഷാണ്. ഇപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിലോ നമുക്കറിയാവുന്ന വാക്കാണ്, എങ്കിലും മുറിക്കുക എന്നുള്ളതിന് കട്ട്. ഇപ്പോൾ എന്തെങ്കിലും വൃത്തിയാക്കുക എന്നുള്ളതിനോ, എവിടെയെങ്കിലും ഇപ്പോൾ റൂം വൃത്തിയാക്കുകയാണ്, അപ്പോൾ അതിന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ക്ലീൻ. ഇപ്പോൾ അത് തന്നെ നമ്മുടെ പാത്രങ്ങളാണ് കഴുകുന്നെങ്കിലോ നമുക്ക് ഡു ഡിഷസ് എന്ന് പറയാം. അപ്പോൾ ഡു എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. ഡൂന് ഒരർത്ഥം വരുന്നത് ചെയ്യുക എന്നും കൂടിയുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഡു, ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഗെറ്റ്. ഗെറ്റ് എന്ന് വെച്ചാൽ കിട്ടുക. ഇനി ഒരു കുട്ടിയാണെങ്കിൽ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർ ഇപ്പോൾ പഠിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് സ്റ്റഡി. ഈ സ്റ്റഡി കൂടാതെ പഠിക്കുക എന്നുള്ളതിന് വേറൊരു വേർഡ് ഉണ്ട്, അത് ലേൺ എന്നുള്ളതാണ്. ലേൺ. ഈ ലേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രാക്ടിക്കലായി പഠിക്കുമ്പോൾ, അതായത് സ്വിം ചെയ്യുമ്പോൾ ബുക്കിൽ നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റഡി പറയാം. അല്ലാതെ പ്രാക്ടിക്കലായി പഠിക്കേണ്ടി വരില്ലേ? ഇപ്പോൾ സ്വിമ്മിങ്, അതേപോലെ ഡ്രൈവിങ്, ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായി പഠിക്കുകയാണ്. പ്രാക്ടിക്കൽ നോളജിലൂടെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ലേൺ എന്നുള്ള വേർഡാണ് വയ്ക്കുക. പിന്നെ കുട്ടി ഹോംവർക്ക് ചെയ്യുക എന്നുള്ളതിന് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡു ആണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ വായിക്കുകയാണെങ്കിലോ റീഡ്. കുട്ടി ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടി അത് നോക്കുകയാണ്, അത് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. ക്ലാസ് അറ്റൻഡ് എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റൻഡ്, അതായത് പങ്കെടുക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിലോ, യൂട്യൂബിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിലോ, കാണുക എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് വാച്ച്. ഏതെങ്കിലും ഒരു കാര്യം ഒരുപാട് സമയം നോക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ വാച്ച് യൂസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ആരെങ്കിലും കണ്ടു, ഞാൻ അവനത് കൂടെ പോകുന്നത് കണ്ടു, അവിടെ യൂസ് ചെയ്യുന്ന കാണുക സി എന്ന് പറഞ്ഞാൽ മതി. സി, കാണുക കേട്ടോ. കാണുക തന്നെയാണ് വാച്ചിൻ്റെ അർത്ഥം. പക്ഷേ പിന്നെ നിരീക്ഷിക്കുക എന്നുണ്ട് കേട്ടോ വാച്ചിന് അർത്ഥം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വാച്ച്മാൻ എന്നൊക്കെ പേര് കൊടുക്കാൻ കാരണം. നമുക്കിനി വളരെ അത്യാവശ്യമായിട്ടുള്ള വേറെയും കുറച്ച് വേർബ്സിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. അതിലൊന്ന് പേ. പേ എന്ന് വെച്ചാൽ എന്താണ്? പൈസ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പേ പറയുന്നത്. നമ്മുടെ മൈൻഡിൽ നിന്ന് പോവില്ല, ഗൂഗിൾ പേ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉള്ളതാണ്. പിന്നീടാണ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരംഭിക്കുക. നമുക്ക് വേണമെങ്കിൽ ബിഗിൻ വെക്കുക കേട്ടോ. ബിഗിൻ ആരംഭിക്കുക എന്ന് തന്നെയാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണെന്ന് അറിയാം, ബൈ, വാങ്ങിക്കുക. അപ്പോൾ വിൽക്കുക എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? സെൽ, വിൽക്കുക. നമ്മൾ എന്തെങ്കിലും അവസാനിപ്പിക്കുകയാണ്, അപ്പോൾ നമുക്ക് പറയണമെങ്കിൽ അത് അവസാനിപ്പിച്ചു എന്ന് പറയണം. അവസാനിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? ഫിനിഷ്. പൂർത്തിയാക്കുക എന്നാണ് പറയണ്ടെങ്കിലോ നമുക്ക് യൂസ് ചെയ്യാം കംപ്ലീറ്റ്. നമുക്ക് സംസാരിക്കുക എന്ന് പറയണം. സംസാരിക്കുക എന്നുള്ളതിന് ടോക്ക് അല്ലെങ്കിൽ സ്പീക്ക്, രണ്ടും ഉപയോഗിക്കാം കേട്ടോ. ടോക്ക്, സംസാരിക്കുക. ഇനി പറയുക എന്നുള്ളതിനോ ടെൽ വയ്ക്കാം, അതേപോലെ സേ വയ്ക്കാം. ഇവ തമ്മിൽ കുഞ്ഞൊരു ഡിഫറൻസ് ഉണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. ടെല്ലും വയ്ക്കാം, സേയും പറയാം. ഇത് പറയുക എന്നുള്ളതാണ്. പിന്നെ ചോദിക്കുക, ആസ്ക്. ചോദിക്കുക എന്നുള്ളതിന് ആസ്ക്. നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഒരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറയാൻ. പോകുക എന്നുള്ളതിന് ഗോ. അപ്പോൾ വരിക എന്നുള്ളത് അറിയണ്ടേ? വരിക എന്നുള്ളതിന് കം. നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണം, അപ്പോൾ എത്തിച്ചേർന്നു എന്ന് പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എത്തിച്ചേരുക എന്നുള്ളതിന് റീച്ച്. ഇപ്പോൾ മെയിലൊക്കെ നമുക്ക് അയക്കണ്ടേ, അപ്പോൾ അയക്കുക എന്നുള്ളതിന് പറയുന്നതിന് വേണ്ടി സെൻഡ്. പഠിപ്പിക്കുക എന്ന് നമുക്ക് പറയേണ്ടി വരും. പഠിപ്പിക്കുക എന്നുള്ളതിന് ടീച്ച്. നമുക്ക് പല സാധനങ്ങളും ഉണ്ടാക്കുക എന്ന് പറയേണ്ടി വരും. ഉണ്ടാക്കുക എന്നുള്ളതിന് മേക്ക്. ഇനി വീടൊക്കെയാണ് പണിയുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് ബിൽഡ്. ഇതൊക്കെയാണ് നമുക്ക് എല്ലാ ദിവസവും എപ്പോഴും ആവശ്യം വരുന്ന കുറച്ച് വേർബ്സാണ്. ഇതെല്ലാവരും നോക്കി വെക്കണം. ഇതിൻ്റെ സെക്കൻഡ് ഫോമൊക്കെ അടുത്ത ദിവസം പഠിക്കും, എങ്കിലാണ് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും സിമ്പിളിൽ നിന്ന് ഡിഫിക്കൽട്ടിലേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ വേർഡ്സും നമ്മുടെ മനസ്സിൽ 1 by 1 ആയിട്ട് പറയാൻ കിട്ടണം കേട്ടോ. ഇത് പഠിക്കുമ്പോൾ സ്റ്റഡി, ഗോ, റീഡ്, റൈറ്റ്, ടോക്ക് എന്ന് പറഞ്ഞിട്ട് ആ വേർഡ്സൊക്കെ പെട്ടെന്ന് പറയാവുന്ന രീതിയിൽ ആക്കി വയ്ക്കണം. അടുത്ത ദിവസം തൊട്ട് നമുക്ക് ടോക്ക് സ്റ്റാർട്ട് ചെയ്യാം.